നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ മന്ത്രാലയത്തിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഒരു നവരത്ന കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നുള്ളത്. അവരുടെ ഇന്ത്യയിലെ വിവിധ യൂണിറ്റുകളുണ്ട്. അതിൽ ഉത്തരാഖണ്ഡിലെ കൊഡ്വാര യൂണിറ്റിലേക്ക് ട്രെയിനി എഞ്ചിനീയർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ടെമ്പററി ബേസിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ എലിജിബിൾ ആയിട്ടുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത്. അവർക്കും ഇതിലേക്ക് അപ്ലൈ അവസരം ലഭിക്കട്ടെ. ഇതിലേക്ക് അപേക്ഷ അവസരിക്കുന്ന അവസാന തീയതി 2026 ജനുവരി 15 കാര്യം ഓർമ്മിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലാണ് ഈ വേക്കൻസി ഉള്ളത്. അതിൽ ആദ്യം ട്രെയിനി എഞ്ചിനീയർമാരുടെ 50 ഒഴിവുകളും ട്രെയിനി ഓഫീസറുടെ ഒരു ഒഴിവാണുള്ളത്. അപ്പൊ ട്രെയിനി എഞ്ചിനീയർമാരുടെ വിവിധ ട്രേഡുകൾ പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക്സിൽ 30 ഒഴിവുകളുണ്ട്, മെക്കാനിക്കലിൽ 17 ഒഴിവുകളുണ്ട്, സിവിലിൽ 2 ഒഴിവുകളും ഇലക്ട്രിക്കലിൽ 1 ഒഴിവാണ്. അങ്ങനെ ആകെ 50 ഒഴിവുകളാണുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലേക്ക് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല എന്ന കാര്യം മാത്രമല്ല, ബിടെക് ഡിഗ്രിയാണ് വേണ്ട യോഗ്യത. ബിടെക് പാസ് മതി, മാർക്കിന്റെ നിയന്ത്രണങ്ങളൊന്നും ഇല്ല എന്ന പ്രത്യേകതയുണ്ട്. സാധാരണ നമ്മൾ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള പറയുന്നത് ഒരു ബിടെക് പാസ് മതി എന്ന കാര്യം ഓർത്തിരിക്കുക. അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഓഫീസറാണ്. ഒരു വേക്കൻസി ഉള്ളത്. അത് ഫുൾ ടൈം MBA അല്ലെങ്കിൽ MCOM അത് പാസ്സായാൽ മതി. അങ്ങനെയുള്ളവർക്കിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. SCക്ക് വേണ്ടി റിസർവേഷൻ ആണത്. ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്കൊന്നും എക്സ്പീരിയൻസ് ആവശ്യമില്ല, ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ പറ്റും. അപ്പം ആദ്യമായിട്ട് കോഴ്സ് കഴിഞ്ഞവർക്കൊക്കെ തീർച്ചയായും നല്ലൊരു അവസരമാണെന്ന് കാര്യം മനസ്സിലാക്കുക. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നവരത്ന കമ്പനികളായ ഇലക്ട്രോണിക്സ് കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നുള്ളത്. അതിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ട് 28 വയസ്സാണ് ഉയർന്ന പ്രായം. എന്നാൽ SC കാരാണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രീമികൾക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി വേണ്ട യോഗ്യത നേരത്തെ പറഞ്ഞാൽ അതാത് ബ്രാഞ്ചിലുള്ള ബിടെക് ബിരുദം അല്ലെങ്കിൽ ബിടെക് അല്ലെങ്കിൽ BE അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ബിരുദമാണ് വേണ്ട യോഗ്യത. ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. എന്നാൽ AICTE അംഗീകൃത സ്ഥാപനത്തിലുള്ള 4 വർഷത്തെ ബിടെക് ആയിരിക്കണം പഠിച്ചിരിക്കുന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റും ഓരോ സെമസ്റ്ററിലെ മാർക്ക് ലിസ്റ്റ് നമ്മളവിടെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതിലേക്ക് ശമ്പളത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം 2 വർഷത്തേക്കായിരിക്കും കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ടെമ്പററി ആയിട്ടായിരിക്കും നിയമനം. അത് പിന്നീട് 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം. മാക്സിമം 3 വർഷമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ വർഷം 30,000 രൂപ, രണ്ടാമത്തെ വർഷം 35,000 രൂപ, മൂന്നാമത്തെ വർഷം 40,000 രൂപ ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. അതോടൊപ്പം ഇനി അഡീഷണൽ ആയിട്ട് 12,000 രൂപ അത് ഇൻഷുറൻസ് പ്രീമിയം ആയിട്ടും സ്റ്റിച്ചിങ് ചാർജ്, ഫുട്വെയർ അലവൻസ് അങ്ങനെയായിട്ടും 12,000 രൂപ ഒരു വർഷം ലഭിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക. ശമ്പളമായിട്ടുള്ള അതുപോലെ അതിൽ ഇൻസ്റ്റാൾമെന്റ് ആയിരിക്കും 6 മാസത്തിനകം ലഭിക്കും ജോയിൻ ചെയ്തതിനു ശേഷം എന്ന കാര്യം കൂടി ഓർക്കുക. അതുപോലെ 2 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ട്രെയിനി എഞ്ചിനീയർമാരെ നേരിട്ട് പ്രോജക്ട് എഞ്ചിനീയർ ഓഫീസർ 1 എന്ന ഗ്രേഡിലായിരിക്കും നിയമനം ലഭിക്കുക. അത് 3 വർഷത്തേക്കായിരിക്കും ആദ്യ നിയമനം. പിന്നീട് 1 വർഷം കൂടി എക്സ്റ്റൻഡ്, അങ്ങനെ 4 വർഷത്തേക്ക് ആ പോസ്റ്റിലേക്ക് നിയമനം ലഭിക്കാനുള്ള അർഹതയുണ്ട്. മാത്രമല്ല അതിൽ അവർക്ക് ഒരു റിട്ടൻഷൻ ബോണസ് ആയിട്ട് 1 വർഷം 25,000 രൂപ നിരക്കിൽ അവസാനം 4 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1,00,000 രൂപയും നൽകുന്നതായിരിക്കും, റിട്ടേൺ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നോക്കാം. ഇതിനകത്ത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന്റെ റിക്രൂട്ടിംഗ് വെബ്സൈറ്റ് ആയ https:/jobapply.in/BEL2026 കൊഡ്വാര TETO എന്ന അഡ്രസ്സിൽ വെബ്സൈറ്റ് ആണ്. നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ഈ സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കാര്യം മനസ്സിലാക്കുക. ഓൺലൈനായിട്ട് ജനുവരി 1 മുതൽ ജനുവരി 15 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം പ്രത്യേകം. ഇതൊരു വോക്ക്-ഇൻ സെലക്ഷൻ ആയിരിക്കും പ്രത്യേകം ഓർമ്മിരിക്കുക. അതിലേക്ക് രജിസ്റ്റർ ചെയ്യാനാണ് ഈ പറഞ്ഞ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണം. അത് സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഒരു വോക്ക്-ഇൻ സെലക്ഷനിൽ പങ്കെടുക്കുന്നവർക്ക് 15-ാം തീയതി അപേക്ഷിക്കാൻ പറ്റും. അതിനുശേഷം ക്വാളിഫയിങ് ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ എലിജിബിൾ ആയിട്ടുള്ളവരെ വോക്ക്-ഇൻ ടെസ്റ്റ് ഉണ്ടാവും. അത് 2026 ജനുവരി 25-ാം തീയതി ആയിരിക്കും. അതിൽ ചില സമയത്ത് ID പ്രൂഫൂടെ കൊണ്ടുവരണം എന്നും പറഞ്ഞിട്ടുണ്ട്. ട്രെയിനി എഞ്ചിനീയർ പോസ്റ്റും ട്രെയിനി ഓഫീസർ പോസ്റ്റിലേക്കും 2026 ജനുവരി 25 സൺഡേ ആയിരിക്കും റിട്ടേൺ ടെസ്റ്റ് നടക്കുക. അതിന്റെ വെന്യൂ എന്ന് പറയുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് യൂണിറ്റ് കൊഡ്വാര, അത് ഉത്തരാഖണ്ഡിലാണ്. രാവിലെ 9 മണിക്ക് ആരംഭിക്കും റിട്ടേൺ ടെസ്റ്റ്. റിപ്പോർട്ടിംഗ് ടൈം 9 മണിയാണ് പറഞ്ഞിട്ടുള്ളത്.
അതേപോലെ റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും മെയിൻ ആയിട്ടുള്ളത്. അതിനുശേഷം മെറിറ്റ് അനുസരിച്ചായിരിക്കും ബാക്കി നിയമനം ലഭിക്കുക. റിട്ടേൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് നീണ്ടു നിൽക്കും, 100 ചോദ്യങ്ങളുള്ള പരീക്ഷയായിരിക്കും. ശരിയാവാത്ത ഒരു മാർക്കും തെറ്റാവാത്തതിന് 0.5 1/4 ഡിഡക്റ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. റിട്ടേൺ ടെസ്റ്റിലെ 35% മാർക്ക് നേടുന്ന ജനറൽ കാൻഡിഡേറ്റ്സ് OBC EWS ഒക്കെ ക്വാളിഫൈ ചെയ്യും. എന്നാൽ SC/ST കാർക്കും ഡിസബിലിറ്റികൾക്കും 30% മാർക്ക് നേടിയാൽ അവരെ ക്വാളിഫൈ ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്. 180 രൂപ GST ആണ് അപേക്ഷാ ഫീസ്. അതായത് 2 പോസ്റ്റിലേക്കും 171 രൂപയാണ് അൺറിസർവ്ഡ് EWS OBC കാൻഡിഡേറ്റ്സിനുള്ള ഫീസ്. SC/ST കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവരെയും ഫീസ് കൊടുക്കുന്നതും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാൻ, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ പേയ്മെന്റ് കൊടുക്കാനുള്ള ലിങ്കും പ്രത്യേകം ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെന്റ് ബെൽ വെബ്സൈറ്റിൽ നിന്ന് ചെയ്യാനായിട്ട് പറ്റും. ഓൺലൈൻ SBI വഴിയാണ് അത് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ ഓൺലൈൻ ആപ്ലിക്കേഷൻ മെത്തഡ് റീസെന്റ് കളർ സൈസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, 10ാം ക്ലാസ്സിലെ ഏജ് പ്രൂഫിനുള്ള 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിന്റെ, അതിൽ ഇനിയും 12ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ ഡിപ്ലോമയുടെ മാർക്ക് ലിസ്റ്റ്, പിന്നെ എഞ്ചിനീയറിംഗ് മാർക്ക് ലിസ്റ്റ് ഓരോ സെമസ്റ്ററിലും, MCOM വേണ്ടവരെ MCOM MBA ആണ് അതിന്റെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി, ഇതൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യും. അതുപോലെ ഫൈനൽ ഡിഗ്രി പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന്റെ റെലവന്റ് ക്വാളിഫിക്കേഷൻ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇതിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന അവസാനം 2026 ജനുവരി 15 കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ താല്പര്യമുള്ള ലാസ്റ്റ് ഡേറ്റ് നോക്കിയിരിക്കേണ്ട. എലിജിബിൾ ആണെങ്കിൽ, ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ നേരെ തന്നെ അപേക്ഷിക്കുക. ടെമ്പററി അടിസ്ഥാനത്തിലാണ് നിയമനമെങ്കിലും വളരെ നല്ലൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആയിരിക്കും ലഭിക്കുക. ഭാവി കരിയറിന് വളരെയധികം പ്രയോജനം ചെയ്യും. ഇതുമായിട്ടുള്ള ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ ബെൽ ഇന്ത്യയുടെ വെബ്സൈറ്റിലൂടെ നോക്കാം. www.bl-india.in എന്ന സൈറ്റിൽ അതിന്റെ നമ്മുടെ ഹോൾ ടിക്കറ്റും ഡീറ്റെയിൽസും എല്ലാം അവിടെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇടയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരൊക്കെ ഈ സൈറ്റ് കൂടെ സന്ദർശിക്കാൻ മറക്കരുത്. താല്പര്യമുള്ള ഒരു അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. 2026 ജനുവരി 15 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച്.